ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനിയായിട്ടുള്ള ICAയുടെ മാനേജ്മെൻറ്റ് സെക്രട്ടറി കൂടിയായ മിസ്റ്റർ റഷീദ്, അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാൻ വേദിയിലേക്ക്. ബഹുമാനിയായിട്ടുള്ള റഷീദ് ക നല്ലൊരു കൈയടികളോട് കൂടി തന്നെ ബഹുമാന പുരസ്സരം അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കാനായി ഹൃദയപൂർവ്വം നമ്മൾ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഏറ്റവും പ്രിയങ്കരനായ ഞങ്ങളുടെ കാരണവർ കൂടിയായ ദീർഘകാലം ICAയുടെ പ്രസിഡൻറ്റും ഇപ്പോൾ കമ്മിറ്റിയിൽ വളരെ സജീവമായി ICAയുടെ സ്കൂളിൻ്റെ അക്കാഡമിക് അഡ്വൈസറായിട്ട് പ്രവർത്തിക്കുന്ന മജീദ് ഖാ, 25 വർഷത്തോളമായി ഇപ്പോഴും കമ്മിറ്റിയിൽ തുടരുന്ന സീനിയർ വൈസ് പ്രസിഡൻറ്റ് കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജി, ഇപ്പോഴത്തെ ട്രഷറർ ഷാഫി, കമ്മിറ്റിയിലെ എൻ്റെ സഹപ്രവർത്തകരെ, അധ്യാപകരെ, മുൻ അധ്യാപകർ, 2000 മില്ലേനിയം ബാച്ചിൻ്റെ സ്റ്റുഡൻസ്, അലൂമിനി മെമ്പേഴ്സ്, പാരൻസ്, പ്രിയപ്പെട്ടവർ, വളരെ ഒരു പ്രത്യേകതരം ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ന് പറയാൻ എനിക്കെന്താണെന്നറിയില്ല. ഐ തിങ്ക് ഇറ്റ്സ് better to say it's an honor and moreover a heartfelt privilege for me to be here. ഇത്രയും പറയുന്നുള്ളൂ. അത് അത്രയും ഗംഭീരമായിട്ടുള്ളൊരു സദസ്സിൻ്റെ മുമ്പിൽ ഇവിടെ വന്ന് നിൽക്കാനുള്ള ഒരു അവസരം നൽകിയതിനുള്ള നിങ്ങൾക്ക് ആദ്യമേ നന്ദി പറയട്ടെ. ICAയുടെ ചരിത്രം വളരെ ബ്രീഫായി, വളരെ എന്നാൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയങ്കരനായ മജീദ് ഖാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. 977 രജിസ്റ്റർ ചെയ്ത് 978 നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങിയത്. ഇപ്പോൾ 2027-28 നമ്മുടെ ഗോൾഡൻ ജൂബിലിയുടെ ആഘോഷമാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗോൾഡൻ ജൂബിലിയൊക്കെ എങ്ങനെ ആഘോഷിക്കണമെന്നുള്ളതിനെ കുറിച്ചിട്ട് കുറേ ആശങ്കകളുണ്ടായിരുന്നു. ആ ആശങ്കകളൊക്കെ അസ്ഥാനത്താണെന്ന് ഇന്ന് മനസ്സിലാക്കുന്നു. കാരണം നമ്മുടെ കുട്ടികൾ ഇത്രയും ഗംഭീരമായ പരിപാടികൾ എങ്ങനെ ആസൂത്രണം ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്കൊക്കെ കാണിച്ചു തരികയാണ്. അത് ഞങ്ങൾക്കൊരു ആവേശം തന്നെയാണ്. കാരണം ഇവിടുന്ന് പഠിച്ചു പോയ അവരെ ഒരു പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് മികച്ച സംഘാടകരായി മാറി അവരുടെ ആശയങ്ങൾ മജീദ് പറഞ്ഞു. ഞങ്ങൾക്കിതൊക്കെ കാണുമ്പോൾ കുറച്ച് ലക്ഷറിയസ് ആയി തോന്നുമെങ്കിലും അത് ഈ കാലഘട്ടത്തിൻ്റെ ഞങ്ങളെപ്പോലെയുള്ള സൂപ്പർ സീനിയർ സിറ്റിസൻസിൻ്റെ കുട്ടികളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വൈബുകളാണല്ലോ. തന്ത വൈബുള്ളവർക്ക് തോന്നും ഇതൊക്കെ എന്തിനാണ് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അത് ഈ കാലഘട്ടത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കിയാൽ മതി. പക്ഷേ എനിയോ ഇറ്റ്സ് എ ഫെൻറ്റാസ്റ്റിക് അറ്റ്മോസ്ഫിയർ ഇവിടെ ഈ സജ്ജീകരിച്ചതൊക്കെ. ഈ നമ്മുടെ ആങ്കർ പറഞ്ഞു അവർ നിരവധി ഇതുപോലുള്ള പരിപാടികൾ പങ്കെടുത്തു. ഇത് അലൂമിനി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എൻ ഓൾ അലൂമിനി, ഇറ്റ്സ് ഓൺലി എ ബാച്ച് ഓഫ് ഒരു ബാച്ചിൻ്റെ ഒരു ബാച്ചിൻ്റെ ഒരു കൂടിച്ചേരലാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ചില പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ സമയം ദീർഘിപ്പിച്ച് സമയം കളയുന്നില്ല. 1-2 പ്രസക്തമായ 1-2 കാര്യങ്ങൾ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പൊതുവേ നമ്മൾ അലൂമിനി ഓഫ് കോഴ്സ് ഇറ്റ്സ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏത് സ്ഥാപനത്തിൻ്റെയും ഒരു ഇൻറ്റഗ്രൽ പാർട്ട് എന്ന് പറയുന്നത് അലൂമിനി തന്നെയാണ്, മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ. കാരണം അവരുടെ അറ്റാച്ച്മെൻറ്റ്, അവർ പഠിച്ച സ്ഥാപനത്തോടുള്ളൊരു അറ്റാച്ച്മെൻറ്റും മറ്റു കാര്യങ്ങളും വൈകാരികമായിട്ട് അവരിവിടെ വരുമ്പോൾ ഉണ്ടാവുന്നതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പലപ്പോഴും ഒരു നിലക്കും നമ്മൾ ഇത്തരം ഒരു ആവശ്യമായിട്ട് വരുന്ന പൂർവ്വ വിദ്യാർത്ഥികളോട് നമ്മളെ മാനേജ്മെൻറ്റ് സമീപനം വളരെ അനുഭാവപൂർവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരന്തരം ഇത്തരം പരിപാടികൾ വരുന്നത് കൊണ്ട് തന്നെ ചെറിയ ഗൈഡ് ലൈൻസുകളൊക്കെ വെച്ചിട്ടുണ്ട്. വളരെ കർശനമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒന്നുമില്ല, അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ചില ഗൈഡ് ലൈൻസുകൾ വെച്ച് അതനുസരിച്ചേ നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നത്, അത് വായിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ അതൊന്നും അവർക്ക് കുഴപ്പമില്ല, നല്ല രീതിയിലാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളും അതിനൊരു ഗൈഡ് ലൈൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു ചെറിയൊരു കാര്യം പറയും. ഇപ്പോൾ ഇവിടെ ഗംഭീരമായ ഒരു പന്തൽ നമ്മളിവിടെ ഈ സ്ഥലത്ത് ഇവിടെ ഇട്ടിട്ട് ഇവിടെയാണ് നടത്തുന്നത്. നമ്മൾ ഈ ഇതിനൊരു റൂഫ് ഈ വളരെ ദീർഘകാലമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ഇതിൻ്റെ മുകളിൽ ഒരു റൂഫ് ഇത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയ, വലിയൊരു ഏരിയ, നിങ്ങൾക്ക് തന്നെ അലൂമിനിക്കോ നമുക്കോ ആർക്കോ ഒരു പരിപാടി നടത്തണമെന്നുണ്ടെങ്കിൽ ഭീമമായ ഒരു ചെലവ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
ഇവിടെ ഇപ്പോൾ 5 കോർട്ടുണ്ട്. ടെന്നീസ് കോർട്ട്, വോളിബോൾ കോർട്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട് ആൻഡ് 3 ഷട്ടിൽ ബാഡ്മിൻ്റൺ കോർട്ട്. അപ്പോൾ ബേസിക്കലി എന്താ പറയുക, ഒരു ഇൻഡോർ കോർട്ടിൻ്റെ ഫലമാണുള്ളത്. പക്ഷേ ഇൻഡോർ കോർട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഏത് പ്രതികൂലമായ കാലാവസ്ഥയിലും കളിക്കാൻ പറ്റാവുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ അത് ആ ഇൻഡോർ കോർട്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇതിനൊരു റൂഫ് അത് വരികയാണെന്നുണ്ടെങ്കിൽ ആ കാര്യം നടക്കും. ഞങ്ങൾ അതിനെക്കുറിച്ച് 2-3 വർഷമായി ഞങ്ങളുടെ പരിഗണനയിലുണ്ട്. ബട്ട് എന്താ പറയുക, വലിയൊരു എമൗണ്ട് വരും. 50-60 ലക്ഷം രൂപ ഇതിന് ചിലവ് വരുന്നതാണ്. അപ്പോൾ ഇതുമായി ഞങ്ങൾ അലൂമിനിക്കാരോടൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും പറയാം. ഖേദകരമെന്ന് പറയട്ടെ, ചിലപ്പോഴൊക്കെ കിട്ടുന്ന ഒരു പ്രതികരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ സി എനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തിനാ പൈസ, ആവശ്യമില്ലല്ലോ, ഇഷ്ടം പോലെ ഫണ്ട് ഉണ്ടല്ലോ, അവർക്ക് ചെയ്യാവുന്നല്ലോ, നമ്മുടെ ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള. മക്കളെ അതല്ല. ഓഫ് കോഴ്സ് ഐ സിയുടെ കയ്യിൽ ഫണ്ടുണ്ട്. ഐ സിയുടെ കയ്യിൽ ഫണ്ട് എന്ന് മാത്രമല്ല, അത് ഒരു മാസം മുമ്പ് തന്നെ നമ്മുടെ സ്കൂളിനോട് ചേർന്ന് ഒരു 8 സെൻറ്റ് സ്ഥലം നമ്മൾ വാങ്ങിച്ചു. അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. നമ്മളെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ. ഇന്നലെ ഞാനും കമ്മിറ്റിയിലെ 2-3 മെമ്പർമാരും കോഴിക്കോട് പോയി. നമ്മുടെ മോണ്ടിസോറിയുടെ വാങ്ങിച്ച സ്ഥലത്ത് പുതിയ പാർക്ക്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കിലേക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കണം. ഹൈസ്കൂളിലേക്കും ഒരു എക്യുപ്മെൻറ്റ്സ് മേടിക്കണം. അതിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചിലവ് വരുന്നതാണ്. അത് പോയി. അതിനുവേണ്ടി ഞങ്ങൾ അതിൻ്റെ കൊട്ടേഷനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഫണ്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കോളേജിൽ അവിടെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മുനിസിപ്പാലിറ്റിയുടെ അതൊക്കെ തീർന്നു. അവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വരാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള ഫണ്ടുകളുണ്ട് നമ്മുടെ കയ്യിൽ. നമുക്ക് കടങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ആകെയുള്ളൊരു 4 ബസ് വാങ്ങിച്ചൊരു കടമുണ്ട്. അത് ഹൈപ്പോത്തിക്കേറ്റഡായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഹൈപ്പോത്തിക്കേറ്റഡായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. 2-3 വർഷമായിട്ട് നമ്മളെ ബാങ്കിൽ ഇൻട്രസ്റ്റ് വാങ്ങിക്കാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ജനറൽ ബോഡിയുടെ അംഗീകാരത്തോടു കൂടി നമ്മൾ ഇൻട്രസ്റ്റ് വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചു. ആ ഇൻട്രസ്റ്റ് ഏതൊക്കെ കാര്യത്തിനാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് പണ്ഡിതന്മാരുമായി ആലോചിച്ചിട്ട് അതിനും ഒരു രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് കൊണ്ടാണ് നമ്മൾ ബസ്സിൻ്റെ ഇൻട്രസ്റ്റ് അടഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് വരുള്ളൂ. പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ എന്തായാലും കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഒന്നിച്ചിട്ട് നമുക്കതിലൊരു ഫണ്ട് ഇറക്കേണ്ടി വരുന്നില്ല. അത് മാത്രമാണ് നമുക്കിപ്പോൾ ഒരു ലോൺ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഇതുള്ളത്. ബാക്കി അതും ഹൈപ്പോത്തിക്കേറ്റഡ് ആണ്, പ്ലഡ്ജ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ICAയുടെ സാമ്പത്തിക സ്ഥിതിയൊന്നും അത്ര മോശമൊന്നുമല്ല, ഭദ്രം തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു അലൂമിനിയുടെ ഒരു കോൺട്രിബ്യൂഷൻ, ഒരു ലോങ് ടേം കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ ഇതിൽ അലൂമിനിയുടെ നിങ്ങൾ മുഴുവനായിട്ട് അത് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നില്ല. ഓഫ് കോഴ്സ് ഞങ്ങളുടെ ഭാഗത്തുനിന്നും ചെറിയ രീതിയിൽ സഹകരിച്ചുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഗൗരവമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഷെയ്നോടൊക്കെ പറഞ്ഞു, ഷെയ്നൊക്കെ വളരെ ഗൗരവമായിട്ട് അത് കണക്കിലെടുത്തുകൊണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഒരു ബാച്ച് കൊണ്ട് മാത്രം ചെയ്യുന്നതല്ല, പല ബാച്ചുകളിലും പല കുട്ടികളും കൂടിയിട്ട് സഹകരിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്കൊരു റൂഫ് ഉണ്ടാക്കുകയും ചെയ്യും. അതിന് ലോങ് ടേം അതിൻ്റെ ഉപകാരം ലഭിക്കുന്നത് അലൂമിനിക്കും മാത്രമല്ല, ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും നമ്മുടെ സ്ഥാപനത്തിനും കൂടിയാണ് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത് വളരെ ഇൻ ഫ്യൂച്ചർ അവർക്കത് എത്രത്തോളം ഉപകാരപ്പെടും എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കണം. ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ വളരെ കൂടുതലിപ്പോൾ പുറത്തുള്ള നമ്മുടെ എല്ലാ ദിക്കുകളിലും നമ്മുടെ കുട്ടികളുണ്ട്. എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റിലൊക്കെ കുട്ടികളുണ്ട്, പല ബാച്ചുകളുണ്ട്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളായിട്ട് 1-2 പേര് അവിടെ വന്നിട്ട് എല്ലാവരെയും കാണുകയും എന്തായാലും ഞങ്ങൾ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് ഒരു വിസിറ്റ് എന്തായാലും അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ ജനറൽ ബോഡിയിൽ അംഗീകരിച്ചതാണ്. കാരണം നിങ്ങളൊക്കെ സഹകരിപ്പിച്ചുകൊണ്ട് തന്നെയല്ല അത് നടത്താൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടുത്തെ ഈ ആംബിയൻസൊക്കെ കാണുമ്പോൾ വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്കത് നടത്താൻ പറ്റുന്നത് ഞങ്ങൾക്കൊരു തോന്നൽ ഞങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗൗരവമായിട്ട് അത്തരം കാര്യങ്ങൾ ഒന്ന് കണക്കിലെടുക്കണമെന്നാണ് എനിക്ക് വളരെ കാര്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ ഡിസ്കഷനിൽ അതൊക്കെ വരട്ടെ. അത് മൊത്തത്തിൽ നിങ്ങളുടെ എന്താ പറയുക, ഈ സ്ഥാപനത്തോട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ദക്ഷിണ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നേരത്തെ നമ്മളിവിടെ മജീദ് കായും പറഞ്ഞു നമ്മളിൽ നിന്ന് വിട്ടുപോയവർ. അപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഒന്ന് ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പഠിച്ചു പോകാനും നല്ല രീതിയിൽ മികച്ച രീതിയിൽ നിങ്ങൾക്ക് പല രീതിയിൽ തൊഴിൽ ചെയ്യാനൊക്കെ ഉപകാരപ്പെടുവാൻ സാധിച്ചത് ഈ സ്ഥാപനം കൊണ്ടാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപക നേതാക്കളെ അവരെയൊന്നും സ്മരിക്കാതെ
എനിക്ക് ഈ വേദി വിടാൻ പറ്റില്ല. നന്ദിപൂർവ്വം അവരൊക്കെ സ്മരിക്കട്ടെ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു അവരെ ബാച്ച്മേറ്റിലുണ്ടായിരുന്ന കുട്ടികളുടെ നമ്മളോടൊപ്പം ഇന്നില്ലാത്ത വിദ്യാർത്ഥികളുണ്ട്, നമ്മളോടൊപ്പം ഇല്ലാത്ത അധ്യാപകരുണ്ട്. അവരുടെയൊക്കെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കൂടുതൽ നേരം നിങ്ങളെ സംസാരിച്ചുകൊണ്ട് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്ന പ്രസക്തമായൊരു കാര്യം നിങ്ങൾ കണക്കിലെടുക്കണം എന്ന് ആലോചിക്കുന്നു. എനിക്കെൻ്റെ ഫീലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവി പറയുന്നത് പോലെ എനിക്കും ഒരു വട്ടം കൂടി എന്നെ ഓർമ്മകൾ മേയുന്ന ആ തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്നുള്ള രീതിയിൽ അത് മനസ്സിലിങ്ങനെ തികട്ടി വരുന്ന ഒരു അന്തരീക്ഷമാണ് നിങ്ങളിവിടെ ഉണ്ടാക്കി തന്നത്. അതിനുകൂടി നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തിൻ്റെ ആശംസകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്.